അലീനയുടെ സ്നേഹത്തിന് മുൻപിൽ മുട്ടുമടക്കി സ്റ്റാലിയുടെ അപ്പൻ. അങ്ങനെ അലീനയെ എങ്ങനെയെങ്കിലും പുറത്താക്കണം, നാണക്കേടിൽ നിന്നും തൻ്റെ കുടുംബത്തെ രക്ഷിച്ചെടുക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമേ നമ്മുടെ ഔതക്കുട്ടിച്ചായന് ഉള്ളൂ എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഔതക്കുട്ടിച്ചായനാണെങ്കിൽ തന്ത്രപൂർവ്വം സ്റ്റാലിനോട് സംസാരിക്കുകയാണ്. നീ എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയെ പറഞ്ഞയച്ചേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിൽ അത് നിനക്ക് തന്നെ വളരെയധികം ദോഷം ചെയ്യും മോനെ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് പറയുന്നു. ഇനി ഇവിടെ അവളെ നിർത്തേണ്ടതില്ല, നമുക്ക് തറവാട്ടിലേക്ക് കൊണ്ടുപോകാം. അവിടെയാകുമ്പോൾ അവൾ എൻ്റെ പെങ്ങളുടെ മോളുടെ മോളാണെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല എന്ന് ഔതക്കുട്ടിച്ചായൻ പറയുമ്പോൾ, ഇതേ സമയമാണെങ്കിൽ അതിനുശേഷം പതിയെ അവളെ നാട് കടത്താമെന്ന് കൂടി ഔതക്കുട്ടി കൂട്ടിച്ചേർക്കുമ്പോൾ, നാട് കടത്താനാണെങ്കിൽ എന്തിന് ഞാൻ അവളെ വിളിച്ചു കൊണ്ടുവന്നു? അവളെ വിളിച്ചു കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യകതയും എനിക്ക് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ മോനെ, ഞാൻ പറയുന്നത് നീ കേൾക്ക് ലാലിച്ച, ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോവുകയുള്ളൂ. അവളെ നിൻ്റെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ അവൾക്ക് സ്നേഹവും പരിഗണനയും ഒന്നും തന്നെ ലഭിക്കില്ല. അപമാനവും അവഗണനയും കുറേ ചീത്തപ്പേരും മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ, എന്തു തന്നെ ആയാലും ശരി, അവൾ എൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ ഈ സമയത്തിനുള്ളിൽ അവളെങ്ങനെ ലാലിച്ച നിന്നെ മാറ്റിയത് എന്ന് നമ്മുടെ അപ്പനായ ഔതക്കുട്ടി ചോദിക്കുമ്പോൾ, എന്നെ ആരും മാറ്റിയതൊന്നുമല്ല, അവളുടെ പ്രസൻസ് തന്നെയാണ് എൻ്റെ ഈ മാറ്റത്തിനുള്ള കാരണമെന്ന് പറയുന്നു. അപ്പൻ അവളെ കണ്ടിട്ടില്ലല്ലോ, കണ്ടു കഴിഞ്ഞാൽ അപ്പനും മാറുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ എനിക്ക് അവളെ കാണുന്നു വേണ്ട, നീ നമ്മുടെ കുടുംബത്തെ നാണക്കേടിൽ നിന്നും രക്ഷിച്ചാൽ മാത്രം മതി, അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കിയാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ, അപ്പൻ എന്താ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? പുറത്താക്കാനൊന്നും കഴിയില്ല എന്ന് പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ എൻ്റെ പൊന്ന് ലാലിച്ച, നീ അട്ടയെ പിടിച്ച് മെത്തയെ കിടത്താനായിട്ട് ശ്രമിക്കല്ലേ, അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന് പറയുമ്പോൾ, അതൊക്കെ നടന്നോളും. പിന്നെ അവൾ എൻ്റെ മകളല്ലേ, 23 വർഷക്കാലം അനാഥയെപ്പോലെ അനാഥാലയത്തിൽ താമസിച്ചവളാണ്. തുടർന്ന് അവളുടെ അമ്മയുടെ അടുത്ത് വീട്ടുജോലിക്കാരിയായി നിന്നവളാണ്. ഇപ്പോൾ എൻ്റെ അവസരമാണ് അവളെ പൊന്നുപോലെ നോക്കേണ്ടത്. അവളെ ഉപേക്ഷിക്കാനോ തള്ളിക്കളയാനോ ആണെങ്കിൽ പിന്നെ ഞാൻ എന്തിന് അവളെ ഇവിടേക്ക് കൊണ്ടുവന്നു എന്ന് സ്റ്റാലിൻ ആവർത്തിക്കുന്നുണ്ട്. മിസ്റ്റർ മേനോൻ, അതായത് അവളെ ഇവിടെ കൊണ്ടാക്കിയ ആ വ്യക്തി പറഞ്ഞിട്ടുണ്ട്, നോക്കാമെങ്കിൽ മാത്രം അവളെ സ്വീകരിച്ചാൽ മതി എന്ന്, അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒടുവിൽ ഞാനായിരുന്നു ആ തീരുമാനമെടുത്തത് എന്ന് സ്റ്റാലിൻ കൂട്ടിച്ചേർക്കുകയാണ് എന്നും കാണാൻ കഴിയും. ഈ സമയം ഔതക്കുട്ടി പറയുന്നുണ്ട്, നിനക്ക് അവളെ അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതിയായിരുന്നില്ലേ ലാലിച്ച? എന്തിന് നീ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നു? അയാൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിന് റിസ്ക് എടുത്തു എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. എൻ്റെ മകളെ ഞാനല്ലേ നോക്കേണ്ടത്, അല്ലാതെ വേറെ ആരുമല്ലല്ലോ എന്ന് സ്റ്റാൻലി എടുത്തു പറയുകയാണ്. കൂടാതെ അവളെ കണ്ടു കഴിഞ്ഞാൽ അപ്പൻ്റെ എല്ലാ തീരുമാനത്തിലുള്ള ഉത്തരവും കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്നും സ്റ്റാൻലി കൂട്ടിച്ചേർക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ
നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ ആരെ അലീനയെ വിളിച്ചു കൊണ്ടുവരികയാണ് എന്ന് കാണാൻ സാധിക്കുന്നു. അതിനു മുമ്പ് തന്നെ അവർ മദ്യപിച്ചു കൊണ്ടിരുന്ന മുറിയിൽ നിന്നും പുറത്ത് കടക്കുന്നതും കാണാൻ കഴിയും. കാരണം അലീനയ്ക്ക് താൻ മദ്യപിക്കുന്നത് ഇഷ്ടമല്ല. അതായത് താൻ മദ്യപിക്കുന്നതല്ല, പൊതുവെ മദ്യപാനവും പുകവലിയൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ചെയ്യുന്നവരുടെ അടുത്തേക്ക് അവൾ വരികയുമില്ല എന്ന് ഒരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടിയാണെങ്കിൽ അത്ര അഹങ്കാരിയാണോ അവൾ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട് അഹങ്കാരിയൊന്നുമല്ല, അവൾ നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം സ്റ്റാൻലി ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അലീന എന്ത് ചെയ്യുന്നു എന്ന് വിളിക്കുകയാണ്. തുടർന്ന് അലീന അവിടേക്ക് വരികയാണ്. അലീനയെ കണ്ടതും കുട്ടിയുടെ കിളി പോവുകയാണ് പ്രേക്ഷകരെ. തൻ്റെ ഭാര്യയെ ഓർമ്മ വരുന്ന നമ്മുടെ കുട്ടിയാണെങ്കിൽ അലീനയെ ചിന്നമ്മ എന്ന് വിളിക്കുകയാണ് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് സ്റ്റാലിനെ നോക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ അമ്മച്ചി തന്നെയാണ് ഈ നിൽക്കുന്നത്. ഇവൾക്ക് അമ്മച്ചിയുടെ എല്ലാ സ്വഭാവ വശങ്ങളും എല്ലാം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ കുട്ടിയാണെങ്കിൽ അലീനയോട് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. അലീന ചോദിക്കുന്നുണ്ട്, വല്യപ്പച്ചൻ തന്നെ ഇവിടുന്ന് പറപ്പിക്കാനായിട്ട് വന്നതാണോ? അങ്ങനെയാണല്ലോ പറഞ്ഞു കേട്ടത് എന്ന് ചോദിക്കുമ്പോൾ, ആര് പറഞ്ഞു ഇതെല്ലാം? ഇതൊക്കെ നിൻ്റെ തോന്നലാണെന്നേ, ഇത് വെറുതെ അവർ പറയുന്നതാ. ഞാൻ അങ്ങനെയൊന്നിനും വന്നതല്ല, നിന്നെ ഒന്ന് കാണാൻ വന്നതാണെന്ന് നമ്മുടെ കുട്ടി അലീനയോട് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് അലീന കുട്ടിയെ തൻ്റെ വല്യപ്പച്ചനെ കൊണ്ടുപോയി ചായയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചായ കുടിച്ച കുട്ടിയാണെങ്കിൽ നിനക്ക് എൻ്റെ ചിന്നമ്മയുടെ അതേ കൈപ്പുണ്യമാണ്, ചിന്നമ്മയെപ്പോലെ തന്നെയാണ്, ചിന്നമ്മയുടെ അതേ പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, നല്ല സ്വാദുള്ള ചായയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് കുടിക്കുന്നൊരു കാഴ്ച. അത് കുടിക്കുമ്പോൾ തൻ്റെ മുത്തശ്ശൻ, തൻ്റെ വല്യപ്പച്ചൻ തന്നെ സ്ഥിരീകരിച്ചതിന്, തൻ്റെ പേരക്കുട്ടിയായി അംഗീകരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അലീന എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.